45 ദിവസത്തിന് നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരും. തീർച്ചയായും 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നാണ് നിയുക്ത മേയർ വി രാജേഷിന്റെ പ്രഖ്യാപനം. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ദിവസം തന്നെയാണ് രാജേഷ് ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയത്. സത്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം മാറ്റി നിർത്തിയാൽ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ആഹ്ലാദിക്കാൻ മാത്രമുള്ള എന്തെങ്കിലും ഉണ്ടോ? ഇല്ല എന്ന് ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ തന്നെ പറയും. തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ BJP അടപടലം തേഞ്ഞതല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. സംസ്ഥാനത്ത് BJPയുടെ വോട്ട് ശതമാനം വളരെ കുറഞ്ഞ തെരഞ്ഞെടുപ്പ് കൂടിയാണ് കടന്നുപോയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% വോട്ട് നേടിയ BJPക്ക് ഇത്തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് 15% വോട്ട് മാത്രം. 4000-ലേറെ വാർഡുകൾ കിട്ടുമെന്ന് 100% ഉറപ്പിച്ച BJPക്ക് കിട്ടിയത് അതിന്റെ പകുതിയോളം വാർഡുകൾ മാത്രം. കയ്യിലുണ്ടായിരുന്ന ഏതാണ്ട് 600 വാർഡുകൾ അവർക്ക് നഷ്ടപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ നേട്ടമുണ്ടാക്കിയ തൃശൂരിൽ 8 നിലയിൽ പൊട്ടി. ജില്ലയിൽ അവർ പ്രതീക്ഷിച്ചിരുന്ന ക്രൈസ്തവ വോട്ടുകളും കിട്ടിയില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ വെച്ച് നോക്കിയാൽ 11 നിയമസഭാ മണ്ഡലങ്ങളിലായിരുന്നു BJP ലീഡ്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അത് വെറും 2 സീറ്റായി കുറഞ്ഞു. 2024 സുരേഷ് ഗോപി ജയിച്ച പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മണലൂർ, തൃശൂർ, ഓലൂർ, നാട്ടിക, ഇരിഞ്ഞാലക്കുട, പുതക്കാട് അസംബ്ലി മണ്ഡലങ്ങളിൽ BJP മേൽക്കൈ നേടിയിരുന്നു. ഈ നേട്ടം പക്ഷേ ഇത്തവണ നിലനിർത്താൻ ആയില്ല. അതേസമയം മധ്യ കേരളത്തിൽ അവർ നേട്ടമുണ്ടാക്കിയത് തിരുവനന്തപുരം ജില്ലയിലായിരുന്നു. ആറ്റിങ്ങൽ, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം, കാട്ടാക്കട മണ്ഡലങ്ങളിൽ. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇതിൽ വട്ടിയൂർക്കാവ്, നേമം എന്നിവ ഒഴികെയുള്ള മണ്ഡലങ്ങൾ അവരെ കൈവിട്ടു. വട്ടിയൂർക്കാവിലും നേമത്തും പോലും നേരിയ ഭൂരിപക്ഷം മാത്രമാണ് BJPക്കുള്ളത്. ഇനി വോട്ട് ശതമാനത്തിന്റെ കാര്യം നോക്കിയാലും വലിയ നേട്ടമൊന്നുമല്ല BJPയുടേത്. PS ശ്രീധരൻപിള്ളയും PK കൃഷ്ണദാസും കുമ്മനം രാജശേഖരനും ഒക്കെ സംസ്ഥാന അധ്യക്ഷന്മാരായിരുന്ന കാലത്തും ഏതാണ്ട് ഇത്രയും തന്നെ വോട്ട് ശതമാനം നേടാൻ BJPക്ക് കഴിഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം മാത്രമാണ് BJPക്ക് ആശ്വസിക്കാനുള്ളത്. എന്നാൽ അവിടെ പോലും 41 വാർഡുകളിൽ കോൺഗ്രസ് വോട്ട് മറിച്ചാണ് BJP ജയിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. ഇതിൽ 5 വാർഡുകളിൽ LDF തോറ്റത് വെറും 60-ൽ താഴെ വോട്ടുകൾക്ക് മാത്രം. BJP ജയിച്ച 25 ഡിവിഷനുകളിൽ കോൺഗ്രസിന് ലഭിച്ചത് 1000-ൽ താഴെ വോട്ടുകൾ മാത്രം. ചുരുക്കി പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം മാറ്റി നിർത്തിയാൽ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അഭിമാനിക്കാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല.